പ്രവീണിന്റെ വിയോഗം പട്ടാമ്പി മുതുതലയ്ക്ക് തീരാനോവായി. കൂടെയുണ്ടായിരുന്ന കോഴിക്കോട്ടെ സ്വദേശികളായ അച്ഛനും മകനും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തൃശൂരിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരിൽ പട്ടാമ്പി കോഴിക്കോട്ടെ സ്വദേശി പ്രവീണും കോഴിക്കോട്ടെ കൂടിക്കുന്നുപറമ്പിൽ 45 വയസ്സുകാരനായ പ്രവീണാണ് മരിച്ചത്. പ്രവീണിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പ്രവീണും സമീപവാസികളായ ചെറുതൊടി സുരേഷിന്റെ മകൻ സുജിത്തുമാണ് തൃശൂരിലെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പണിയെടുത്തിരുന്നത്. ഇതിൽ സുരേഷും സുജിത്തും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകടമുണ്ടായ 1-ാം ഷെഡിലായിരുന്നു പ്രവീൺ പണിയെടുത്തിരുന്നത്. സുരേഷും മകൻ സുജിത്തും 3-ാമത്തെ വെടിക്കെട്ട് പുരയിലായിരുന്നു പണിയെടുത്തിരുന്നത്. തീ പടർന്നതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും ഇയാൾ ഇനിയും മുക്തനായിട്ടില്ല. ഷെഡിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഒരു പൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലവരൊക്കെ ഞങ്ങൾ പാടത്തുകൂടെ ഓടി തിരിച്ചായി. പിന്നെ ആ പൊട്ട് നേരെ അങ്ങനെ വന്ന് ആ പറമ്പ് മുഴുവൻ കത്തി പൊട്ടിക്കൊണ്ടേ കത്തി അതാണുണ്ടായി. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഞാനതിന് വേണ്ട ഒരു വാണെന്ന് പറയുന്ന സാധനം നേരേക്ക് പോകുന്ന കത്തി പോകാനുള്ളൊരു സാധനം അതാണ് ചെയ്തായിരുന്നു. എത്ര പേരാണ് കൂടെ? 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അന്നേരം പോന്നു. പെട്ടെന്നൊന്നും അവിടെ നിന്നു. അതിൽ തീ വന്നു. എനിക്ക് വേണ്ട എത്ര വർഷമായി ഈ ഫീൽഡിൽ? 25 കൊല്ലമായിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കാലം പിന്നെ നിർത്തും. പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. 2-3 അപകടങ്ങൾ. ഇത് 3-ാമത്തെ ഒരു അപകടത്തിലാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നത്. രവി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ പണിയെടുത്തായിരുന്നു. പക്ഷെ ഇന്നലെ അവൻ അപ്പുറത്തെ പണിയെടുത്തായിരുന്നു. ഈ കത്തിപ്പിടിച്ച് ചുറ്റും നമുക്ക് കഴിഞ്ഞ 25 വർഷമായി സുരേഷ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മരിച്ച പ്രവീണും ഏറെക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നെന്മാറ ഉൾപ്പെടെയുള്ള പ്രസിദ്ധ പൂരങ്ങളിലെ വെടിക്കെട്ടിലെല്ലാം പ്രവീണിന്റെ സാന്നിധ്യവും ഉണ്ടാവാറുണ്ട്. അപകട വാർത്ത കോഴിക്കോട്ടെ ഗ്രാമത്തെയും ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ്.